ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ഒരു സഹോദരൻ ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 രാഗങ്ങളും എങ്ങനെയാണ് കൂദാശാവചനത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് രാഗം എവിടെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള റിപ്ലൈ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു രാഗത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശിവരഞ്ജിനി രാഗത്തിലാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ശിവരഞ്ജിനിയിൽ പോവാം. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. അല്ലാതെ നമുക്ക് ഇന്ന രാഗം ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ഏത് രാഗത്തിലാണോ തുടങ്ങുന്നത് അതേ രാഗത്തിൽ തന്നെ വായിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഓരോ രാഗങ്ങളും എങ്ങനെയാണ് കൂദാശാവചനത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂദാശാവചനത്തിൻ്റെ സമയത്ത് ശിവരഞ്ജിനി രാഗം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ കോഡ് നമുക്ക് പരിചയപ്പെടാം. അതായത് C5 കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോട്ട് പരിചയപ്പെടാം. അപ്പം ശിവരഞ്ജിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ കോഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് ശിവരഞ്ജിനി രാഗത്തിൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഇതാണ് നോട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പള്ളിയിൽ വായിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 3-ാം പ്രമാണ ജപത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. അത് നിർബന്ധമുള്ള കാര്യമില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പം കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ആ ടൈമിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. C5 കോഡ് യൂസ് ചെയ്യാം. ഒരു ഡെമോ കാണിക്കാം. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കും. ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് കീബോർഡിൻ്റെ വോളിയം കുറയ്ക്കുക, എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അൾത്താര ശുശ്രൂഷി മണിയടിക്കുന്ന ടൈമിൽ കീബോർഡിൻ്റെ വോളിയം കൂട്ടുക. ലെഫ്റ്റ് ഹാൻഡിലെ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡിൽ വായിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഫോണിൽ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഇവിടെ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തിയിട്ട് റൈറ്റ് ഹാൻഡിൽ വായിക്കുക. ഓക്കെ, നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ നോട്ടിൽ ഷോർട്ടായിട്ടായിരിക്കും ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് കയറ്റി നമ്മൾ വായിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് വരുമ്പോൾ, എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. അത്രയും സമയം നമ്മൾ കോഡിലാണ് പോകുന്നത്. ഓക്കെ, നമ്മളിനി ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോട്ട് വായിക്കണം. വീണ്ടും കോഡ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അപ്രകാരം തന്നെ കവസ്യം എടുത്ത് അത് തൊട്ട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നോട്ട് വായിക്കുന്നു.
ഓക്കെ. ഇനി അടുത്തത് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് നമ്മൾ കോഡോട് കൂടെ തന്നെ എൻഡ് ചെയ്യുക. ഓക്കെ, നമ്മളവിടെ ആമീൻ പറയുന്നില്ല. അപ്പോൾ കോഡോട് കൂടെ തന്നെ കുദാശവചനം എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, പറഞ്ഞു തരുമെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോകാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മായ മാളവ ഗൗള എന്ന രാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ട്സ് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ ആരോഹണം. ഇനി അവരോഹണം നോക്കാം. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കോഡുകളിലേക്ക് കിടക്കാം. ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കോഡ് സി മേജർ കോഡാണ്, CEG. ഇനി അടുത്ത കോഡ് എന്ന് പറയുന്നത് C5 കോഡ് നമുക്ക് യൂസ് ചെയ്യാം. C5 കോഡ് എന്ന് പറയുമ്പോൾ CG. ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കുദാശവചനത്തിൻ്റെ സമയത്ത് എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാം പ്രമാണ ജപത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കീബോർഡിൻ്റെ വോളിയം ഒരു അല്പം കുറയ്ക്കുക, എന്നിട്ട് നമ്മൾ വായിക്കുക. എന്നിട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ശുശ്രൂഷി മണി അടിക്കുമ്പോൾ കീബോർഡിൻ്റെ വോളിയം കൂട്ടുക. ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡിൽ നമ്മൾ നോട്ട് വായിക്കുക. ഞാനിപ്പോൾ ഇത് ഫോണിൽ കാണിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡിൽ നോട്ട് വായിക്കുക. ഓക്കെ, നമുക്കിങ്ങനെ നോക്കാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കേണ്ടി പോകുന്നത് സ്ഥാപന വചനങ്ങൾ തുടങ്ങുന്ന ടൈമിൽ, കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, അവിടെ തൊട്ട് മുന്നോട്ട് വരുമ്പോൾ എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അത്രയും ടൈമിൽ ഒന്നെങ്കിൽ കോഡിലൂടെ മുന്നോട്ട് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പോർഷൻ ഞാനൊന്ന് പാടി കാണിച്ചു തരാം. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ. ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വായിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പാടി തുടങ്ങാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ബെൽസിൻ്റെ സൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പം മനസ്സിലായെന്തോ വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ട് വരുമ്പോൾ അപ്രകാരം തന്നെ കാർസ്യം എടുത്തത് തൊട്ട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. അത്രയും ടൈമിൽ ഒന്നെങ്കിൽ കോഡിലൂടെ പോവാം, അതല്ലെങ്കിൽ ഈ കാണിച്ച വോയിസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യും. കോഡോട് കൂടെ തന്നെ എൻഡ് ചെയ്യും. കുദാശവചനം അതോടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, പറഞ്ഞുതരാം. നമുക്കിനി അടുത്ത രാഗത്തിലേക്ക് പോവാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്ന രാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭപന്തുരാളി രാഗമാണ്. ആദ്യം നമുക്കതിൻ്റെ നോട്ട് പരിശോധിക്കാം, എന്നിട്ട് അതിൻ്റെ കോഡിലേക്ക് പോവാം.
നോട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചത് ആരോഹണവും അവരോഹണവുമാണ്. ഇനി കോഡിലേക്ക് വരുമ്പോൾ സി മൈനർ കോഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സി ഫിഫ്ത്ത് കോഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരിക്കൽ കൂടി പറയുന്നു, സി മൈനർ കോഡും അതേപോലെ തന്നെ സി ഫിഫ്ത്ത് കോഡും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പള്ളിയിൽ വായിക്കുന്ന ടൈമിൽ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. നമ്മൾ പള്ളിയിൽ നമ്മുടെ ഈ നോട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടാണ് വായിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ നോട്ടിൽ ഈ 2 പോർഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നോർമൽ നോട്ട്. ഇനി നമ്മൾ പള്ളിയിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചർച്ചിൽ വായിക്കുന്നത്. ഓക്കെ, ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 3-ാം പ്രമാണ ജപത്തിൻ്റെ പ്രാർത്ഥനയുടെ ടൈമിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3-ാം പ്രമാണ ജപത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ ടൈമിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇനി മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ അൾത്താര ശുശ്രൂഷ മണി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ വോളിയം കൂട്ടുക. ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡിൽ നമ്മുടെ നോട്ട് വായിക്കുക. എന്നിട്ട് പിന്നെ നോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ കോഡോട് തന്നെ മുന്നോട്ട് പോകും. ഇനി സ്ഥാപന വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, ആ പഠിപ്പിച്ചതുപോലെ എന്ന് പറയുന്ന ടൈമിൽ എഫ് ഷാർപ്പ്, ബി, സി, ഡി, ഓക്കെ, ഈ നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ജി, ഇതും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു പറയുമ്പോൾ ഓക്കെ, അങ്ങനെ വായിക്കാം. അതുപോലെ തന്നെ കർത്താവ് ദൈവമേ അങ്ങയുടെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മുന്നോട്ട് വരുമ്പോൾ എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അത്രയും ടൈം വരെ നമുക്ക് കോഡിലൂടെ തന്നെ മുന്നോട്ട് ഉണ്ടാകും. ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഈ നോട്ട് വായിക്കാം, അതല്ലെങ്കിൽ കോഡോട് കൂടെ തന്നെ മുന്നോട്ട് പോകാം. അപ്പം ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് വീഡിയോയിൽ കൊടുക്കാം, അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനം ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുമ്പോൾ കോഡോട് കൂടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, പറഞ്ഞു തരാം. ഇനി നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോകാം. ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോട്ടുകൾ വായിക്കുന്ന ടൈമിൽ മോഡുലേഷൻ വീല് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കും. ഇനി നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് രേവതി രാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ നോട്ടും കോഡും നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യം നമുക്ക് നോട്ടിലേക്ക് കിടക്കാം.
ഇതാണ് രേവതി രാഗത്തിൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഇനി കോഡ് എന്ന് പറയുമ്പോൾ C5 കോഡ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ C സസ്പെൻഡഡ് കോഡും നമുക്ക് യൂസ് ചെയ്യാം, അതായത് C സസ്പെൻഡഡ് 4 കോഡ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പള്ളിയിൽ ഈ രാഗം വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. നമുക്കൊന്നെങ്കിൽ C5 കോഡ് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ C സസ്പെൻഡഡ് കോഡ് യൂസ് ചെയ്യാം, അതായത് C സസ്പെൻഡഡ് 4 കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് C5 കോഡ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തുക, C5 കോഡ് യൂസ് ചെയ്യുക, റൈറ്റ് ഹാൻഡിൽ നമ്മുടെ നോട്ട് വായിക്കും. ഇപ്പോൾ ഈ കാണിച്ചതാണ് നമ്മുടെ ഇൻട്രോ പോർഷൻ. അപ്പോൾ ലെഫ്റ്റിൽ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ റൈറ്റിൽ നോട്ട് വായിക്കാനായിട്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്ഥാപന വചനങ്ങൾ തുടങ്ങുന്ന ടൈമിൽ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, എന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അത്രയും ടൈം വരെ നമ്മൾ കോഡിലാണ് പോകുന്നത്. അപ്പോൾ അത്രയും കോഡിൽ പോകുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കോഡോട് തന്നെ നമ്മുടെ നോട്ട് വായിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ട് അപ്രകാരം തന്നെ കാസ്യം എടുത്ത് അതുകൊണ്ട് മുന്നോട്ട് അത്രയും ടൈമിൽ നമ്മൾ കോഡോട് കൂടി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ആമേൻ പറഞ്ഞിട്ട് വീണ്ടും നോട്ട് വായിക്കും. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല, നമ്മൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇനി അവസാനം ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ ആ ടൈമിൽ കോഡോടുകൂടി എൻഡ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ നോട്ട് വായിച്ച് എൻഡ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതായത് ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂദാശ വചനത്തിൻ്റെ സമയത്ത് രേവതി രാഗം വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ശിവരഞ്ജിനി രാഗം പരിചയപ്പെട്ടു, അതേപോലെ തന്നെ മായ മാളവ ഗൗള എന്ന രാഗവും നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ശുഭപന്തൂരാളി രാഗവും അതിനോടൊപ്പം തന്നെ രേവതി രാഗവും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ എടുത്തതിൽ ഏതെങ്കിലും രാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക, എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പം ഞാൻ വായിക്കുന്നൊരു രീതിയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ വായിക്കാവുന്നതാണ്. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഇടാം, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ രാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി പറയുന്നു, എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഏതെങ്കിലും രാഗത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റിലൂടെ ചോദിക്കുക, അപ്പം അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ വീണ്ടുമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.